സന്ധ്യ, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ സ്റ്റുഡിയോ റൂമൊക്കെ കിട്ടിയല്ലോ? അതെ, കിട്ടി. സുഖമായിട്ടിരിക്കുന്നു. ആരാ ഈ സ്റ്റുഡിയോ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് രമേശ് ചെന്നിത്തല സാറിന്റെ വൈഫും സാറും കൂടിയാണ്. പിന്നെ ഇതിനെല്ലാത്തിനും കാരണം ചേട്ടനാണ് വീടിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ സന്ധ്യയുടെ വീടിന്റെ പാലുകാഴ്ചയാണ്. 3 മാസവും ഒരു 15 ദിവസമായിട്ടുണ്ടാകും. സന്ധ്യയുടെ വീട് നമ്മൾ വന്ന് കണ്ട്, സന്ധ്യയുടെ അന്നത്തെ അവസ്ഥ എന്നൊക്കെ പറയാൻ ഭയങ്കര ദയനീയമായിരുന്നു ഈ വീടിന്റെ അവസ്ഥ. അതായത് ഫുള്ള് ചോർന്നൊലിച്ച്, ഫുള്ള് പൊട്ടിയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ തറയൊക്കെ ആണെങ്കിൽ ഭയങ്കര ശോചനീയ അവസ്ഥയിലായിരുന്നു. എന്തായാലും ദൈവത്തിന്റെ കാരണം കൊണ്ട് ഇന്ന്, അതായത് മാർച്ച് 11-ാം തീയതി സന്ധ്യയുടെ വീടിന്റെ പാലുകാഴ്ചയാണ്. അത് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ സഹകരണമാണ്, പ്രത്യേകിച്ച് സന്ധ്യയുടെ അടുത്ത് നിങ്ങൾക്കുള്ള ഒരു കരുതലാണ് ഇന്ന് ഈ കാണുന്ന വീട്. ഈ വീടിന് ഒരു കട്ടിൽ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയാണ് ഈ വീട്ടിലേക്കുള്ള കട്ടിൽ തന്നത്. നമുക്ക് ചോദിച്ചവരാരും കൈ മടക്കിയിട്ടില്ല, എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് സന്ധ്യയുടെ അക്കൗണ്ടിൽ എല്ലാവരും കൂടെ സഹായിച്ച് 1,90,000 രൂപ സന്ധ്യയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പൈസ നമ്മുടെ ലാലുവാണ് ഈ വീടിന്റെ പണിയെല്ലാം ഏറ്റെടുത്ത് ചെയ്തത്. അങ്ങനെ ലാലുവിനെ ഏൽപ്പിച്ച് പണി തുടങ്ങി. ഇന്ന് വരെ പണി ഫുള്ള് തീർന്നു വരുമ്പോൾ 8.5 ലക്ഷം രൂപയാണ് നമുക്ക് ഈ വീടിന് മൊത്തം ചെലവായത്. എല്ലാം കൂടെ 4 ലക്ഷം രൂപ നമുക്ക് വന്നിട്ടുണ്ട്, അല്ലേ സന്ധ്യ? 4 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇതുവരെ വന്നിട്ടുണ്ട്. പോയിട്ടൊരു 4.5 ലക്ഷം രൂപ കടമുണ്ട്. ഇതുവരെ നമ്മളെ ചേർത്ത് നിർത്തിയ, നമ്മളെ സഹകരിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി. കടങ്ങളൊക്കെ ഉണ്ട് ഒരു സൈഡിൽ, അതൊക്കെ അങ്ങ് നടന്നു പൊക്കോളും. പിന്നെ എനിക്ക് വർക്കായിട്ട് തന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയാണ്. കാരണം നിങ്ങൾക്ക് അത് തന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോയപ്പോൾ ഏതാണ്ട് 3:30 മണിയായി. വെളുപ്പം രാവിലെ 3:30 മണിക്കാണ് ഇവിടുന്ന് പണി തീർന്ന് എല്ലാവരും ഒക്കെ പോയത്. എന്നിട്ട് പണി തീർന്നിട്ടില്ല, ഇനി ഇവിടെ കുറച്ച് പണിയുണ്ട് നമുക്ക് ചെയ്യാം. സന്ധ്യക്ക് ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് 10 പൈസ ഉണ്ടാക്കണമെന്നാണ്. സന്ധ്യക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു യൂട്യൂബ് ചാനൽ, ഒരു ഫേസ്ബുക്ക് പേജ്, സന്ധ്യാസ് വേൾഡ് എന്നുള്ള പേരിൽ സന്ധ്യ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് സന്ധ്യക്ക് എന്ത് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പോ സമയത്ത് നമ്മുടെ ലീഡർ രമേശ് ചെന്നിത്തലയുടെ വൈഫ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഷാലു പണികളൊക്കെ നടക്കുകയല്ലേ, എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ സന്ധ്യ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചുണ്ട്. അപ്പൊ പറഞ്ഞ് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അവൾക്ക് പുറം ലോകമായിട്ട് നമ്മളെ പോലെ ഓടിച്ചാടി നടക്കുന്ന ജോലി ചെയ്യാനുള്ള ഒരു കഴിവൊന്നുമില്ല, അവളുടെ കൈയും കാലും ഒക്കെ ചെറിയ പ്രശ്നമുള്ളതാണെന്ന് പറഞ്ഞു. ജന്മനാ ഒരു പ്രശ്നമുള്ളതാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യും, അവർക്ക് നമുക്കൊരു സ്റ്റുഡിയോ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ അവള് വ്ളോഗറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്ളോഗറും യൂട്യൂബറും ഒക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഒരു സ്റ്റുഡിയോ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ ഭാര്യയുടെ കണക്കായിട്ട് ഈ കാണുന്ന റൂം ഫുള്ള് അവരൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്ധ്യയെ സഹായിക്കണമെന്നുണ്ട്, സന്ധ്യയുടെ ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അവൾക്ക് അതിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു വരുമാനം അതൊക്കെ ഒരു വലിയ കാര്യമായിരിക്കും. കാരണം ഇപ്പൊ +2 പഠിക്കുന്നത്. പ്ലസ് ടു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിലൂടെ കിട്ടുന്ന ഒരു വരുമാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം യൂട്യൂബ് ചാനലിന്റെ പേര് സന്ധ്യാസ് വേൾഡ് എന്നാണ്. ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിപ്പം എക്സാമിന്റെ കാര്യങ്ങളും പിന്നെ വീടിന്റെ ഇതൊക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ കുറവാണ്. അപ്പം ഇനി നല്ല രീതിയിൽ ഇനി എനിക്ക് ഇടാൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ട്. കാരണം എനിക്ക് പുറത്തൊന്നും ഇറങ്ങണ്ട, ഒന്നും ഞാൻ ചെയ്യണ്ട. കാരണം ആ രീതിയിലാണ് റൂം എനിക്ക് ചെയ്തു തന്നത്. അതിന് വലിയൊരു സന്തോഷവും വലിയൊരു നന്ദിയാണ് പറയേണ്ടത്. കാരണം ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമാണ് കിട്ടിയത്. അതിന് ശാലുചേട്ടനോടും എല്ലാരോടും. അല്ല, ഈ റൂം ഇത്രയും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ പ്രശാന്ത് അമരവിള, നമ്മുടെ ഒരുപാട് സിനിമകളിലെ ആർട്ട് ഡയറക്ട് ചെയ്ത് എന്റെ ഒരു ബെസ്റ്റ് കൂട്ടുകാരനാണ് പ്രശാന്ത് അമരവിള. അവനും വരയനുണ്ണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിയുണ്ട്. അപ്പൊ ഉണ്ണിയാണ് ഇവിടെ ഫുള്ള് വരച്ചത്. ഈ ആർട്ട് വർക്ക് എല്ലാം ചെയ്തത് പ്രശാന്താണ്. ഇതിന് സ്പോൺസർ ചെയ്തത് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ വൈഫാണ്. സത്യം പറഞ്ഞാൽ ഈ 3 പേർക്കുമാണ് ഈ ഒരു കാര്യത്തിൽ, അതായത് സന്ധ്യയുടെ ഒരു ഡ്രീം, ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് കൊടുത്തതിന്റെ മെയിൻ കാരണക്കാരൻ. ഒപ്പം നമ്മളെ ലാലു ഈ വീടിന്റെ പണി A to Z കാര്യങ്ങളിൽ അവൻ തന്നെ നിന്ന് ചെയ്ത് ഇന്നലെ രാത്രി വെളുപ്പം രാവിലെ 3 മണി വരെ നമ്മളെ കൂടെ കട്ടയ്ക്ക് നിന്ന് എല്ലാ കാര്യവും ക്ലീൻ ചെയ്തിട്ടാണ് അവ ഇവിടുന്ന് പോയത്. ഇതുവരെ നമ്മളെ ചേർത്ത് നിർത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഭയങ്കര സന്തോഷമാണ്. വീഡിയോസ് ഒക്കെ ഇപ്പൊ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. വലിയ സന്തോഷം. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുക. +2 എക്സാം കഴിഞ്ഞ് നിൽക്കുക. സന്ധ്യ +2കാരിയാണ്, പാച്ചല്ലൂർ സ്വദേശിയാണ്. ഈ മിടുക്കിയായ കുട്ടി എനിക്കും നിങ്ങൾക്കും പ്രചോദനമാകാനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയാണ് സന്ധ്യയ്ക്ക് കൈകൾ, അമ്മയാണ് സന്ധ്യയ്ക്ക് കാലുകൾ. ആ അമ്മയ്ക്കും സന്ധ്യയുടെ വ്ളോഗായ സന്ധ്യാസ് വേൾഡിലേക്ക് വേണ്ടി വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സൗമ്യയ്ക്കും
ആ കുടുംബത്തെ കൈപിടിച്ച് നടത്താൻ പാടുപെടുന്ന സന്ധ്യയുടെ പിതാവിനും ബിഗ് സല്യൂട്ട്. രാഷ്ട്രീയവും സാമൂഹ്യവും മനുഷ്യ നന്മയ്ക്ക് പര്യായങ്ങളാണെന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിൽ മാതൃകയാവുന്ന ചിലരിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിയും അവരുടെ കുടുംബവും ഇവരോടൊപ്പമുണ്ട്. കുട്ടികളിൽ കൂടി ദേശസ്നേഹത്തിന്റെ വലിയ പാഠങ്ങൾ ഈ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കുന്ന ഒരു വലിയ മാതൃകയും ഞാൻ അവിടെ കണ്ടു. ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേരക്കുട്ടി സ്വന്തം കൈകൾ സമൂഹത്തിന്റെ നന്മയ്ക്കായി എടുത്ത് മോറൽ വാല്യൂസ് കൈമാറുന്നതും നോക്കി ആ കാരണവർ ഇരുന്നു. അത് കാഴ്ചയുടെ സമ്പന്നതയായിരുന്നു. മനുഷ്യസ്നേഹിയായി ഞാൻ എപ്പോഴും കാണുന്ന, ആവർത്തിച്ചു പറയാറുള്ള ശാലു പേയാടിന്റെ രാത്രിയും പകലും ഓടി നടന്നുള്ള ശ്രമങ്ങളെ കൊണ്ട് ഈ കുട്ടിക്ക് വീട് എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. ഇത് സമൂഹത്തിന് മുഴുവൻ മാതൃകയാണ്. മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ അവളിരുന്നു. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയുണ്ടായിരുന്നു. സന്ധ്യയുടെ കുഞ്ഞനുജത്തിയാണ് സന്ധ്യ മിക്കപ്പോഴും ഒരുക്കുന്നത്. അതൊക്കെ നമ്മൾ സന്ധ്യാസ് ബ്ലോഗ് എന്ന ആ ചാനലിൽ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അതൊക്കെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. വലിയ ചിലവില്ലാത്ത കാര്യമല്ലേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, സന്ധ്യയുടെ അമ്മ എന്ന കരുതലിനും അച്ഛൻ എന്ന തണലിനും അപ്പുറം സന്തോഷങ്ങളെ വെട്ടിപ്പിടിക്കാൻ ഓടുന്ന ജെൻസി എന്ന പുതുതലമുറ ഇതൊന്ന് കാണണം. സന്ധ്യ പറഞ്ഞു തരുന്നൊരു ജീവിതമുണ്ട്. ആ പാഠങ്ങളിലെ ചിന്തകൾ ഇക്കാലത്ത് സജീവ ചർച്ചകളായാൽ തലമുറകൾ ട്രാക്ക് വിട്ടോടുന്ന ട്രെയിനുകൾ ആവില്ലെന്ന് ഉറപ്പാണ്. അതിനുശേഷം ഞാൻ തുടങ്ങിയ വീടുകളിൽ നിന്ന് തീർക്കാൻ പറ്റില്ല. അതിന് മുമ്പ് തീർന്നു. പക്ഷെ അവന്റെ കുറ്റിയടി കറക്റ്റായിരുന്നു. മറ്റേ വീട് ഏതാണ്ട് പകുതിയായി. രണ്ടാം നമ്മൾ തുടങ്ങി. സന്ധ്യ വരച്ച് സമ്മാനിച്ച ആ ചിത്രം ഷോക്കേസിലുണ്ട്. നല്ല രുചികരമായ ഒരു സദ്യയുടെ മണം. സാമ്പാറിന് അല്പം കൂടി കായം ആവാമെന്ന് തോന്നി. എനിക്കാണെങ്കിൽ എരിയും ജാസ്തി വേണം. ആ കാരണവരോടൊപ്പം സന്ധ്യയും കൂട്ടരും സദ്യ ഉണ്ട്. രുചികരമായ ഏതോ ഒരു പായസത്തിൻ്റെ മണം വരുന്നു. അവരെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി മാധ്യമപ്രവർത്തകർ, ഞാൻ ഉൾപ്പെടെ പുറത്തേക്കിറങ്ങി. പിന്നെ പുറത്തു വന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രിയും ചേച്ചിയും കുഞ്ഞുമോനും പേരക്കുട്ടിയും ഇവർക്ക് വേണ്ടുന്ന ധാരാളം സമ്മാനങ്ങൾ നൽകി. നമ്മുടെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുപോയ ഒരു കഥയുണ്ടല്ലോ, ഏതാനും കുട്ടികൾക്ക് കണ്ടംതിട്ടയുള്ള അമ്പൂരിക്കടുത്ത് പന്ത പോകുന്ന വഴിയാണ്. കണ്ടംതിട്ടയുള്ള ആ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും കൊടുത്തു. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കാരണം ഇതിൽ ഒഴിവാക്കുന്നു. അങ്ങനെ രമേശ് ചെന്നിത്തലയും ചേച്ചിയും പേരക്കുട്ടിയും ചേർന്ന് അവരെ നന്നായി സ്വീകരിച്ചു. ആ സന്തോഷത്തെ നേരിട്ട് കണ്ട് ശാലു പേയാട്. നമ്മളെ ഈ വീടിന് പെയിന്റിങ് ചെയ്ത് തന്നത് നമ്മളെ പൊളപ്പനാണ്. അങ്ങനെ പെയിന്റ് വാങ്ങിച്ചു കൊടുത്ത് ഫ്രീ ആയിട്ട് പെയിന്റ് ചെയ്ത് തന്നത് പൊളപ്പന്റെ കൂട്ടുകാരുമാണ്. അവർക്ക് ഒരു ലോഡ് നന്ദി. സന്ധ്യയുടെ വീട്ടിലത്തേക്കുള്ള ടെയിലെല്ലാം എടുത്തുന്നത് നമ്മളെ മുകേശ്വരൻ നായരാണ്. നിങ്ങൾ ഈ ടെയിൽ കടയുടെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി ടെയിൽ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് സന്ധ്യയുടെ വീടിന്റെ ആ സമയമായപ്പോൾ, പ്രത്യേകിച്ച് സന്ധ്യ ഒരു വ്ളോഗർ കൂടെ ആയതുകൊണ്ടാണ് മുകേശ്വരനെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് അവിടത്തേക്കുള്ള ടെയിൽ ഞാൻ എടുത്തു തരാം. ഇത് നമ്മളെ സന്ധ്യയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചേട്ടന്മാരാണ്. ബ്രദേഴ്സ് ഓഫ് പണിത്തുറ എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു ക്ലബ്ബുണ്ട്. അപ്പൊ സന്ധ്യയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചേട്ടന്മാരാണ്. അങ്ങനെ അവര് സന്ധ്യ കാര്യമായിട്ടൊന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ സഹകരണമാണ് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ വീടിന്റെ പണി ഇന്ന് ഈ കാണുന്ന ലെവലിൽ എത്തിച്ചത്. എന്തായാലും ആദ്യമായിട്ടാണ് എനിക്ക് ഈ നാട്ടുകാരുടെ ഈ ഒരു ക്ലബ്ബൊക്കെ വന്നിട്ട് നമ്മൾ ഇത്രയും സഹായിക്കുന്നത്. എന്തായാലും ഇവര് നല്ല കാര്യമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദി. ഇന്ന് സന്ധ്യക്ക് ഒരു നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ രമേശ് ചെന്നിത്തലയുടെ വൈഫാണ് സന്ധ്യയുടെ ഈ റൂമൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ, ചേട്ടൻ നമ്മളെ വീട്ടിൽ വരൂ എന്നൊരു ചെറിയൊരു ആഗ്രഹം എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പാല് കാച്ചി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ്, ചേച്ചി ഇങ്ങനെ ഒന്ന് വന്നിട്ട് പോയാൽ കൊള്ളായിരുന്നു, അവളൊരു ആഗ്രഹം പറഞ്ഞെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞ്, ശാലു ഞങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് അവര് വരെയാണ്. ഇന്ന് സന്ധ്യക്ക് എക്സാം ഒക്കെ ഉള്ള ദിവസമാണ്. സന്ധ്യ വളരെ കുറച്ച് സമയം കൊണ്ട്, അതായത് ഇന്നലെ രാത്രി കൊണ്ടിരുന്ന് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും സന്ധ്യ അത്രയും കഴിവുള്ള ഒരു കൊച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പടം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സന്ധ്യ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് തോന്നിയ, സന്ധ്യക്ക് ആരുടെയും 5 പൈസ ഫ്രീ ആയിട്ട് വേണ്ട. പക്ഷെ സന്ധ്യക്ക്
എന്തെങ്കിലുമൊക്കെ ചെയ്ത് 10 പൈസ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. എന്തായാലും സന്ധ്യ വരച്ച ഒരു പടമാണിത്. സന്ധ്യ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും കൂടെ ഇരുന്ന് വരച്ച പടമാണ്. വിചാരിച്ചില്ല വരുമെന്ന്, അത് വലിയ സന്തോഷമായി. അതുകൊണ്ട് ഇതുപോലെ ചെയ്തു തന്നപ്പം കാരണം എന്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷം. നമ്മുടെ ലോകം ഞങ്ങളുടെ ലോകം എന്ന് പറയുന്ന ഒരു റൂമിനുള്ളിലാണ്. അപ്പം ഒത്തിരി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി സന്തോഷം, ഹാപ്പിയാണ്. വലിയൊരു ആവശ്യമാണ് നടത്തുന്നത്. അല്ല, ഇനി എന്താവശ്യമുണ്ടെങ്കിലും ലീഡറോട് പറയണമെന്ന്. നോക്കാം, പറയാം. ശരി, സന്തോഷം. വീട്ടിൽ വെക്കാം കേട്ടോ. നമുക്ക് ഇന്നത്തെ സന്ധ്യയുടെ വീട്ടിലെ പാലുകാച്ചിന് വേണ്ടിയിട്ടുള്ള രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം അറേഞ്ച് ചെയ്തത് നമ്മളെ കുമാരണ്ണനാണ്. കുമാരണ്ണ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കട്ടയി നിൽക്കുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വീടിന്റെ ഒക്കെ കോൺക്രീറ്റ് അടങ്ങുന്ന സമയത്ത് ഞാൻ വിളിച്ച് പറയാം അവർ 25 ബിരിയാണി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയും പറയില്ല. എടാ എവിടെ നിൽക്കണമെന്ന് മാത്രമേ ചോദിക്കുള്ളൂ, എന്റെ വീട്ടിൽ കൊണ്ടുവരും. അത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ നമ്മളെ സന്ധ്യക്ക് സ്റ്റുഡിയോയിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴേക്കും നമ്മളെ തിരുവനന്തപുരത്ത് തകരപ്പറമ്പിലുള്ള യൂട്യൂബേഴ്സ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു കടയാണ്. അപ്പൊ അവര് പറഞ്ഞു ചേട്ടാ പൈസ ഒന്നും വേണ്ട, ചേട്ടാ ഇത് കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞ് തന്നെ. എന്തായാലും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഞാൻ ബാബാസിൽ ലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയതാണ്. ആ സമയത്ത് ബാബാസിന്റെ മുതലാളി എന്നടുത്ത് പറഞ്ഞ് ഇത് സന്ധ്യക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അവരെ കണക്കായിട്ട് എനിക്കൊരു ലൈറ്റും സ്റ്റാൻഡും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സന്ധ്യയുടെ വീടിന്റെ പാലുകാച്ചി ഇന്നലെ കഴിഞ്ഞ് മുഴുവൻ പണിയും തീർത്തിട്ടില്ല. കാരണം ഇനി കുറച്ച് പണിയുണ്ട്. ഇനി ഏതാണ്ട് ഒരു 1 ലക്ഷം രൂപ അടുപ്പിച്ച് ഇനി പണിയുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റ് ആയിരുന്നു. അങ്ങനെ ഇവർക്ക് വേറെ വീടോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തത്. എന്തായാലും ഇനി കുറെ പണിയുണ്ട്. അപ്പൊ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒന്ന് സന്ധ്യയെ കോണ്ടാക്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. മനുഷ്യനന്മയുടെ നല്ല നിമിഷങ്ങളല്ലേ നമ്മൾ കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഒത്തിരി നന്ദി.